ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. 1 കപ്പ് മാവ് കൊണ്ട് എണ്ണയില്ലാ പലഹാരം തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയാണ്. ഒരു 250 ഗ്രാം മൈദാമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 നുള്ളു സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1/2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ കുഴഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ കുഴഞ്ഞു വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 മുറി തേങ്ങയാണ് തിരുകി വെച്ചിരിക്കുന്നത്. അതിട്ട് കൊടുക്കാം. അതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ കുഴഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ വെന്ത് ഇതേപോലെ കുഴഞ്ഞു വരുമ്പോഴത്തേക്കും തീ ഓഫാക്കാം. തീ ഓഫാക്കിയതിന് ശേഷം ഇറക്കി വയ്ക്കാം. ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന മാവെടുത്ത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഉപ്പിൻ്റെ ലെവലൊക്കെ നോക്കിയതിന് ശേഷം ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ഓരോ പീസും ചെറിയതായിട്ട് പരത്തിയെടുക്കാം. മാവ് പൊടി തൂക്കിയതിന് ശേഷം പരത്തിയെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ പരത്തിയതിന് ശേഷം ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം 2 ഭാഗവും കൂടെ ഒട്ടിച്ച് കൊടുക്കാം. 2 ഭാഗവും കൂടെ ചേർത്ത് ഒട്ടിച്ച് കൊടുത്ത് ഇപ്പോൾ ഇവിടെ എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാം. ഇതുപോലെ എല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി പാത്രത്തിലോട്ട് മാറ്റി എടുക്കാം. വൈകുന്നേരങ്ങളിൽ ചായക്കടിക്ക് ഇത് മതി. ചായയോടൊപ്പം കഴിക്കാൻ ഇത് വളരെ ടേസ്റ്റിയാണ്. രാത്രിയിൽ വേവിച്ച് വെച്ചിരുന്നാൽ രാവിലെ കഴിക്കാനും നല്ല രസമാണ്. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്സ്. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.